கவுண்டர் வருது. போ உள்ள போ உள்ள போ. வணக்கம் முதலாளி. வணக்கம் முதலாளி. வணக்கம். വാടക ഞാൻ കാവേരി കയ്യിലെ കൊടുത്ത് അമിച്ചിരിക്കെ. അത് കടിച്ചത് ഞാൻ ഇപ്പൊ വാടക ചോദിക്കാനും വന്നതല്ല. ചെല്ലപ്പ മുതലാളി അത് എടുത്തിട്ട് വാ. ശരി മുതലാളി. വാങ്ങിക്കോ. ഇതെല്ലാം എന്നെ മുതലാളി. ഞാൻ ഒരു കല്യാണം ആലോചിക്കാനും വന്നതാണ്. இந்த செல்லப்பன் എനിക്ക് വെറും വേലക്കാരനല്ല, എന്റെ തമ്പി മാതിരി. ഇവനുക്ക് ഉൻ മകളെ നീ കല്യാണം പണി കൊടുക്കണം. ചെല്ലപ്പ ഞാൻ മലയാളത്തിൽ പറഞ്ഞത് കറക്റ്റ് അല്ലേ? ரொம்ப கரெக்ட்டுங்க. ராமையா, பொண்ணு கேட்க குதிரை வண்டி ஸ்டாண்டுக்கே வந்துட்டோமேன்னு தப்பா நினைக்காத. தொழில் செய்யற இடம் எனக்கு கோவில் மாதிரி. செல்லப்பா മുതലാളി தாம்பூல தட்ட கூடுற. உடிங்க. அவளோட சம்மதம் இல்லாம. அவளோட சம்மதம் எதுக்கியா? நீ அவளோட அப்பா தானே? அதானே, அப்பா சொன்னா மக எப்படியும் சம்மதிச்சு தானே ஆகணும். செல்லப்பா கூடுறா. இந்தாங்க மாமா. அவனே மாமான்னு சொல்லிட்டா வாங்கிக்கிறாமையா, வாங்கிக்கோ. செல்லப்பா മുതലാളി நீ பாக்கியசாலிடா. എല്ലാം നീങ്ക കൊടുത്ത ഭാഗ്യം മുതലാളി. ஆமையா, ஒரு நல்ல நாள் நோக்கி கல்யாணத்தை வச்சுக்க. செல்லப்பா முதலாளி. அடியேறா. போயிட்டு வரேன் மாமா. என்னையா குத்துக்கல்லாட்ட நின்னுட்டு இருக்க? காவேரி இந்த கல்யாணத்துக்கு சம்மதிக்குமாடி? சம்மதிக்க வைக்கணும். நீ சொன்னா அவ முடியாதுன்னு நான் சொல்ல போறா? முடியாது. ചുമ്മാ ഇരി. അവക്ക് ഇഷ്ടമില്ല പിന്നെ നിർബന്ധിക്കുന്ന എന്തിനാ? பேசாத. நீ சம்மதிக்கல இல்லடி? എന്നെ കൊന്നാലേ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല. എനിക്ക് അയാളെ ഇഷ്ടമല്ല. പിന്നെ ഉன்னை கட்டுறதுக்கு யாரடி வரப்போறான்? குதிரை மேல ஏறி பெரிய மகாராஜா வரப்போறானோ? ஏய், இது எங்க குடும்ப பிரச்சனை. இதுல நீ தலையிடாதே. பாத்தியாயா பாத்தியாயா, அதுக்குதான் பொண்ணு அடிச்சு வளர்க்கணும்னு சொல்றது. എടി നീ ഇതിന്റെ ഇടയിൽ മാറടി. മുരുകനെ ഓർത്ത് നീ ഒറ്റ ഒരുത്തിയെ ഇവിടെ ഇത്രയും വഷളാക്കിയത്. ഒന്നല്ലേ ഉള്ളൂ എന്ന് കരുതി ഞാനൊന്ന് അയച്ചു വിട്ടപ്പോ കടിഞ്ഞാനും പൊട്ടി ചോടാൻ നോക്ക. ചുട്ടുകളയും ഞാൻ. ഇങ്ങ് വാടി. എടി ഇങ്ങ് വരാൻ. വരാം. പക്ഷെ அடிக்க கூடாது. அப்படியா நான் கல்யாணத்துக்கு சம்மதம்னு சொல்லு. சொல்ல மாட்டேன். சொல்ல மாட்டியா நீ? எடி, நீ மாறு. ஒதுங்க. எக்கடி അവിടെ? அண்ணா நிக்க. அண்ணா அப்பா என்ன அடிக்க? ஐயோ നിക്കണ പറഞ്ഞത്. ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. ഇങ്ങോട്ട് ഇറങ്ങി വരാനാ പറഞ്ഞത്. രാമയ്യ, അവൾ ഇങ്ങോട്ട് ഇറക്കി വിട് സാറേ. അവളിപ്പം വരുന്നില്ല. താൻ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അവളെ കൊണ്ട് സമ്മതിപ്പിക്കാതെ ഞാൻ ഇന്ന് ഉറങ്ങണ പ്രശ്നമില്ല. വാടി. എന്താടി കാര്യം? ആ കൗണ്ടറുടെ ചിങ്കിടിയില്ലേ, കൊല്ലിയ ഒരുത്തൻ. അവനെ കെട്ടാൻ ഞാൻ സമ്മതിക്കണമെന്ന്. എനിക്ക് ഇഷ്ടമല്ല അയാളെ. അണ്ണാ ഒന്ന് പറ. അവക്ക് ഇഷ്ടമല്ല പിന്നെ എന്തിനാടോ താൻ? അവളുടെ ഇഷ്ടം ഇഷ്ടക്കെട്ട് നോക്കുന്ന ഞാനാ. ഇവിടെ വാടി. ஐஜி வந்தா என்ன பண்ண முடியாது. ഈ രാമയ്യ പളയില് വന്ന് എவ்வளவு നാളാച്ചു தெரியுமா? വെള്ളം അടിച്ചോണ്ട് പാതിരാത്രി കിടന്ന് ബഹളം ഉണ്ടാക്കിയാലുണ്ടല്ലോ, അടിച്ച് പല്ലിയാൻ കുഴിക്കും. കളിക്കുന്നുണ്ടോ താൻ? அப்படியாதான் ഓക്കെ. എന്നാ പിന്നെ സാറ് നേരത്തെ പറഞ്ഞാ പോരായിരുന്നു. ഞാനും സാറുമായിട്ട് എന്താ പ്രശ്നമുള്ളത്? ഉറങ്ങിയോ? അവൾ എന്താ സമ്മതിക്കാത്തെ? ആര്? കാവേരിയെ എന്താ കല്യാണത്തിന് സമ്മതിക്കാത്തെ? ആഹാ, നീ ഇപ്പോഴും അതാലോചിച്ചോണ്ടിരിക്കുക. അല്ലേലും അവനെ കെട്ടാൻ ആരാടി സമ്മതിക്കുക? നീ കണ്ടിട്ടുണ്ടോ അവനെ? ഇവിടെ ഈ കുതിരവണ്ടിയൊക്കെ വാടകയ്ക്ക് പോകുന്നൊരു കൗണ്ടറുണ്ട്, പളനിയപ്പൻ. അയാളുടെ ശിങ്കിടിയ ഒരു കൊഞ്ചു പോലെ. അവളുടെ മനസ്സിൽ ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ ആവോ? ഓ, അവളുടെ മനസ്സിൽ ആരുണ്ട്? വേൽമുരുക, മുത്തു, നീ എന്താ സ്വപ്നം കാണ? കള്ളം പറയണ്ട. ഈ പ്രായമൊക്കെ കിടന്നാ ഞാനും ഇവിടം വരെ എത്തിയത്. ഞാൻ പൂവാങ്ങിന്റെ കണക്കൊന്ന് മനസ്സിൽ കൂട്ടി നോക്കിയായിരുന്നു. ഇങ്ങോട്ട് നോക്കി. മുട്ടത്തലെ ചന്ദനവും പൂശി ചായക്കടയുടെ മുമ്പിൽ മാമാന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് നിന്നത് ഇന്നലെ കഴിഞ്ഞ പോലെ ഞാൻ ഓർക്കുകയാണ്. എന്നെ നീ കണക്ക് കൂട്ടി പറ്റിക്കല്ലേ. നിന്റെ മനസ്സ് മാമൻ അറിഞ്ഞൂടെ? ഒക്കെ നടക്കും. നീ ഭഗവാനോട് പ്രാർത്ഥിക്കും. ആണ്ടവാ. ജോസണ്ണന്റെ അടുത്ത് എത്തിയതുകൊണ്ട് രക്ഷപ്പെട്ടതാ. ഇല്ലെങ്കിൽ എന്നെ അടിച്ചു കൊന്നു കളഞ്ഞേനെ. കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ എന്റെ കൈയും കാലും കെട്ടിക്കൊണ്ട് കൊടുക്കുന്ന പപ്പിനി പറയണേ. അവള് പറയുന്നൊന്നും നീ കാര്യാക്കണ്ട. അതിനുള്ള ധൈര്യം ഒന്നും ഇവിടെ ആർക്കും ഇല്ല. ആഹാ,
ഇവിടെ എങ്ങനെ നിന്ന് വാചം അടിക്കാനല്ലാതെ നേരിട്ടൊന്നും ചോദിക്കാനുള്ള ധൈര്യമില്ലല്ലോ. ആർക്ക്? എനിക്കോ? എനിക്ക് രാമയ്യനെ പിടിക്കേണ്ട കാര്യം എന്താ? എന്താ എന്താ പറഞ്ഞേ? രാമയ്യനോ? എന്താ രാമയ്യെന്ന് വിളിച്ചാ? നിന്റെ അപ്പൻ ഇപ്പൊ ഇങ്ങോട്ട് വരട്ടെ, ആ. ഞാൻ വിളിക്കാലോ. അടിച്ചക്കെ ദേ വരുന്നു. ദേ എന്റെ അപ്പൻ. വിളിക്ക്. വിളിക്കട്ടെ? ധൈര്യം ഉണ്ടെങ്കിൽ വിളിക്ക്. രാമയ്യോ! രാമയ്യോ! யாரது? വാ ഇങ്ങോട്ട്. யாரு? ആരടാ? രാമയ്യ! വേണ്ട, ഒളിച്ചു കളിക്കണ്ട. എന്റെ അരയില് ബെൽറ്റ് ഇപ്പിടുണ്ട്. എന്നെ ആരെ ഏമാത്തണ്ട. രാമയ്യോ! രമയ, എടാ, ആരടാ? ഇറങ്ങി വേണ. രമയ, ഇറങ്ങി വരാൻ. രാമയ്യോ! ഇവിടെ വരാനാ പറഞ്ഞത്. ആരാ നീ? രാമയ്യ! ഉടമ്പിൽ ധൈര്യം ഇടുന്ന മുന്നാടി വന്ന് വിളിയുടെ സോമ്പേരി. രാമയ്യ, നീ താനാ? ராமையா எங்க வீட்டு பிள்ளைல எம்ஜிஆர் வர்ற மாதிரி வர்றீங்க? ஆமாண்டா ஆமாண்டா, நான் எம்ஜிஆர், நீ எம்என் நம்பியார். நில்லு அங்க, கொலை பண்ணுவேன். என்ன இவருக்கு பச்சை பிடிச்சு போச்சா? பைத்தியம் முன்ன அப்பாவுக்குடா. என்ன பொண்ணுன்னு உனக்கு கல்யாணம் பண்ணி கொடுக்குமா? தட்டி முண்டம். நில்லு அங்க. எடா இல்லடா. நான் உங்ககிட்ட பைசா வாங்கியிருக்கவே மாட்டேன். ஆனா இதுதான் முதல் வியாபாரம். அம்மாவுடைய கை நீட்டம். உங்களை பார்த்தா மகாலட்சுமி மாதிரி இருக்கு. என்ன அழகு, என்ன கலரு. தக்காளி பழம் மாதிரி தள தளன்னு இருக்கீங்க. என் கண்ணே പൊട്ടണം പോലെ இருக்கு. ഇതിനേക്കാളും കളർ ഉണ്ടായിരുന്നതാ കല്യാണത്തിന് മുമ്പ്. എന്റെ നിറം കണ്ടിട്ടാ ജോസുട്ടിച്ചാൻ എന്നെ കെട്ടിയത് തന്നെ. ആ, നീங்க ഇങ്ങേ ഇരുങ്ങമ്മാ, ഇനി ഊർക്ക് പോവാതിങ്ങമ്മാ. അയ്യോ, പോവാതെ പറ്റില്ല. നാട്ടിൽ ഒരുപാട് പറമ്പുണ്ടേ. പണിക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ ഞാൻ തന്നെ വേണം. പശുക്കള്, ആടുകള് എല്ലാത്തിനും നോക്കാൻ ആളുണ്ട്. എന്നാലും നമ്മുടെ ഒരു കണ്ണില്ലെങ്കിൽ ശരിയാവും. പിന്നെ പുള്ളിക്കാരന്റെ അമ്മയ്ക്കാണെങ്കിൽ എന്നെ കാണാണ്ട് ഉറക്കം വരില്ല. அப்படியா? அப்ப நீங்க ஊருக்கு எப்ப கிளம்புறீங்க? எப்போ ஊருக்கு திருச்சி போகும்? கிறிஸ்மஸ் கழிஞ்சு. உங்களை பார்க்க முடிஞ்சது என்னோட பாக்கியம். பப்பினியோட ஊர் எங்க? பெரியநாயக்கம்பட்டி இல்ல, அதுதான் எங்க ஊரு. ஆனா நான் அங்க போக மாட்டேன். நான் ஒருத்தரை காதலிச்சு அவரோட ஊரை விட்டு ஓடி வந்துட்டேன். அவரு என்ன விட்டுட்டு போயிட்டாரு. அப்புறம் தான் இவரை கட்டிக்கினேன். ഒരു ഭാര്യയും കൊച്ചുമൊക്കെ ഉള്ള ആളെ കെട്ടണത് പാവല്ലയാ? ஏமா அத கேக்குறீங்க? எல்லாம் என் தலையெழுத்து. ஆனா அந்த ஜானகியும் காவேரி இல்ல, அவங்கள நீங்க பாவம்னு நினைச்சிடாதீங்க. அவங்க ரொம்ப மோசம். உங்க மனசு கள்ளம் இல்ல மனசு, அதனாலதான் சொல்றேன். அவங்கள நீ நம்பாதே. என் புருஷன் இல்லையா? ஆரு? ராமையனா? ஆமா, அவரு ரொம்ப நல்லவரு. குடிப்பாரு, சண்டை போடுவாரு. ஆனா மனசு தங்கமான மனசு. இருந்தாலும் புருஷன் மேல பொண்டாட்டிக்கு எப்போ ஒரு கண்ணு வேணும். ஆம்பளைங்கன்னா சேரு பார்த்தா மிதிப்பாங்க, தண்ணிய பார்த்தா கழுவிடுவாங்க. எந்த ஆணுங்களு தெளி கண்டா சவுட்டும், வெள்ளம் கண்டா கழுகும். புரிஞ்சுதா? ஜோசு முதலாளி அப்படிப்பட்ட ஆள் இல்ல. நான் பொதுவா சொன்னேன். ஆண்களை கண்ணை மூடி விசுவசிக்க கூடாது. நம்ம கண்ணு எப்பவும் அவங்க மேல இருக்கணும். இது ஏன் அனுபவம். நேரம் ஆச்சுமா, நான் போயிட்டு வரேன். கீரை கீரை கீரை, மரக்கீரை மலக்கீரை, அவுத்திக்கீரை கீரை. ஆபீஸ் நேரம் பஸ்ல ஏத்துறானே என்னமோ. நம்ம தான் மாமல் கீரை கச்சவா. ആഹാ, കറക്റ്റാ പാക്കണേ. ശരി. എങ്ങനെ എത്തി? കടയിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോ ഞാൻ കൊണ്ടുവന്നാ. ആഹാ, അടിവാരത്തെ ബലൂൺ കൂടെ മുഴുവൻ ഉണ്ടല്ലോ. തന്നെ ആ, ആ. ഇവിടെ കച്ചവടത്തിന് പെണ്ണുങ്ങൾ ഒരുപാടുണ്ടല്ലേ? അയ്യോ, ഉണ്ടോന്നോ? ഇവിടെ ആണുങ്ങളെക്കാ കൂടുതൽ അവരാ. ചേച്ചി, അയ്യോ, എനിക്ക് വേണ്ട. എനിക്ക് വേണം. എനിക്കും വേണം. അവനോട് കുടിക്കേ ചേച്ചി. എനിക്ക് വേണ്ടാത്തോണ്ടാ. ഇതാ, നമുക്കേ 50-50 എടുക്കാം. പിന്നെ എന്താ ഇന്നിങ്ങോട്ട് വരാൻ തോന്നിയേ?
തിരിച്ചു പോറാകുമ്പോഴേക്കേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് വീട്ടിലിരുന്ന് മടുത്തു. ഇപ്പൊ മനസ്സിലായല്ലോ ഇവിടുത്തെ ഒരു അവസ്ഥ. ഏതായാലും വന്നു നന്നായി. എല്ലാരും കൂടി പുറത്തിറങ്ങി ഒന്ന് ചുറ്റിക്കറങ്ങണമെന്ന് ഞാനും വിചാരിച്ചിരുന്നതാ. വേണമെങ്കിൽ കൊടൈക്കനാൽ പോവാം. പറഞ്ഞതുപോലെ കൊടൈക്കനാൽ ഇവിടെ അടുത്താ. ടൂർ പരിപാടി നമുക്ക് അങ്ങോട്ടാക്കിയാലോ? ആ അതെ, കാവേരി ചേച്ചിയും നമ്മളും എല്ലാവരും കൂടെ. നമ്മളോ? നീ വന്നാ പിന്നെ കടയിലാരാ? നീ ഇവിടെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചത്. അയ്യോ. யாரடி வாங்கி கொடுத்த அந்த மாலை? என் புருஷன். என்னப்போ கிண்டலா? இது கொடைக்கானல்ல வாங்கினது. இங்க இந்த மாதிரி மாலை எல்லாம் கிடைக்குமா? அடியாத்தி. കാവേരി, നീ കുറച്ച് വെള്ളം ചൂടാക്കി. വേണ്ട, എനിക്ക് കുറവുണ്ട്. നീ സംസാരിക്കാതിരിക്കേ. ഡോക്ടറെ വിളിക്കണോന്ന്? മരുന്നൊക്കെ ഉണ്ട്. കാപ്പി എന്തെങ്കിലും ഇടണോ? വേണ്ട. മക്കള് ചേച്ചി കൂടെ പോയി കളിക്കും. ആ മാടസ്വാമിയുടെ തോട്ടത്തിൽ നിന്ന് വരുന്ന ചരക്ക് വീടിയുടെ പടിഞ്ഞാറേ മൂല അടക്കണം. പിന്നെ വേറെ ആരുടെ ചരക്ക് വരാനുള്ളത്? ചിന്നത്തമ്മ കൊണ്ടുവരേ. അത് നാളെ ഒന്നും വരവുണ്ടാവില്ല. ആ മധുരയിൽ വരുന്ന ലോറിക്കാരുടെ വാടക ബ്രോക്കർ ഷെഡിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കണം. ഞാൻ ചിലപ്പോ നാളെ വരാൻ ഇത്തിരി വൈകി. ശരിയണ്ണ. സുബ്ബയ്യൻ ഇന്ന് ലീവാ. നീ കടയിൽ കിടന്നുള്ളൂ. ഓ, എന്നാ പോയി. ചേച്ചിക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. വരണ്ട. ഓ, നീ ഇതെവിടെ പോന്നു? മക്കൾക്ക് ചോറ് കൊടുക്കാൻ. ആ കാവ്യയോട് പറഞ്ഞ അവള് കൊടുക്കില്ലേ? ഞാൻ കൊടുത്തോളാം. നീ കുറച്ച് റെസ്റ്റ് എടുക്ക്. ഈ വലിവൊന്ന് കുറയട്ടെ. എനിക്കിപ്പോ കുറവുണ്ട്. നീ പറയുന്നത് കേക്ക്. ഞാൻ അവളെ വിളിക്കാം. വിളിക്കണ്ട. അവളിപ്പോ കിടന്നിട്ടുണ്ടാവും. കാലത്ത് മുതലേ ഇവിടുത്തെ പണികളൊക്കെ ചെയ്യല്ലായിരുന്നോ? എന്നാ നീ കിടന്നു, ഞാൻ കൊടുക്കാം. മക്കളെ വാ. കൊറേ നേരം ആയല്ലോ വെച്ച് തേക്കുന്നു. ഇനി നിർത്താറായില്ലേ? நீ உன் வேலையை பாரு. என் காசுல வாங்கின குங்குமம் மஞ்சள் போட்டு நான் எவ்வளவு வேணாலும் தேய்ச்சுப்பேன். ഇനി ആരെ കിടക്കാനായി വേഷം കെട്ട്? கரெக்டா? ஏய், நீ மலையாளத்துல என்னென்னமோ கெட்ட வார்த்தை எல்லாம் சொல்லிக்கிட்டு இருக்க. எனக்கு புரியலன்னு நினைச்சுக்காத. உன் பொண்ணு மாதிரி அக்கம் பக்கத்து ஆம்பளைங்கிட்ட கொஞ்சி கொலையா நான் போகல. கொடைக்கானல்ல இருந்து மாலை வாங்கி கொடுக்கறதுக்கு, குற்றாலத்துல இருந்து புடவை வாங்கி கொடுக்கறதுக்கு எனக்கு யாரும் இல்ல. എന്റെ മോള് മാലയും പുടവയും വാങ്ങിച്ചെങ്കിലേ അത് അവിടെ എടുക്ക്. അതിന് നീ കണ്ണു കടിച്ചിട്ട് കാര്യമൊന്നുമില്ല. கண்ணுங்கடியா? எனக்கா? ஆஹா, உன் பொண்ணு பெரிய மேனக. എടീ, എട്ടുമുട്ടി തിരിയാത്ത എന്റെ മോളെ കുറിച്ച് വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. ஆமா, உன் பொண்ணுக்கு ஒண்ணும் தெரியாத பாப்பா. எனக்கு தெரியாதா? ഉനക്ക് എന്നിട്ട് തിരിയും. என்கிட்ட எல்லாம் வச்சுக்காத. வாழை ஒட்ட நறுக்கிடுவேன். ஆமா. அம்மா, உங்களுக்கு சுகம் ஆயிடுச்சா? உங்களுக்கு சுகம் இல்லைன்னு கேட்டது என் நெஞ்சே வெடிச்சு போச்சு. என்னம்மா அசுகம்? காய்ச்சலா? அதாவது பனி. பனியா? நான் முருகன் கிட்ட வேண்டிக்கிட்டேன், உங்களுக்கு ஒண்ணுமே ஆகாது. ஆனா நீங்க கொஞ்சம் ஜாகிரதையா இருக்கணும். நான் உங்ககிட்ட ஒரு விஷயம் പറയണമെന്ന് വിചാരിച്ചു. என்ன? ஒரு மாசத்துக்கு முன்னாடி நம்ம காவேரி இல்ல? ஒன்னும் இல்ல, நம்ம ஜூஸ் முதலாளி. அப்புறமா சொல்றேம்மா. எந்த? நான் அப்புறமா சொல்றேம்மா. எந்த பத்னி? சொல்றேம்மா. പറഞ്ഞിട്ട് പോ. അയ്യോ, പിന്നെ പറയാം. இந்த பாண்டியப்ப கவுண்டரை பத்தி நீ எந்த விசாரிச்சது? என்ன வஞ்சிச்ச யாரு? இந்த பாண்டி ஏரியாவுல உயிரோட விட்டு வைக்க மாட்டேன். முதலாளி, அவரை சுற்றாதீங்க முதலாளி. முதலாளி, முதலாளி, அவரை ஒண்ணும் பற்றாதீங்க முதலாளி. முதலாளி, இவர் என் சொந்த அப்பா மாதிரி. எனக்காக அவரை விட்டுருங்க முதலாளி. டேய்,
இந்த பழனியப்ப கவுண்ட ஒண்ணு நினைச்சிட்டானா அதை செய்யாம விட மாட்டான். மாறுடா, மாறுடா. முதலாளி அவரை விட்டுருக்க முதலாளி, அவரை விட்டுருக்க முதலாளி. பாத்தியா அவனோட பாசத்தையும் தன்னடக்கத்தையும். இந்த மாதிரி ஒரு பையனையோட நீ சாட்டை கொண்டு அடிச்சு விரட்டியது. நின்ற மகளை இவனுக்கு கல்யாணம் செய்து தரேன்னு சொல்லி தாம்பர தட்டு வாங்கி நீ வஞ்சிச்சு. അവള് സമ്മതിക്കുന്നില്ല മുതലാളി. இல்லையில் வேண்டாம், പക്ഷെ நீ அதுக்கு சிக்ஷை அனுபவிக்கணும். இனிமே நீ எந்த வண்டியை ஓட்ட வேண்டாம். செல்லப்பா வண்டி ஏறலாம். കൗണ്ടറെ வண்டி ஏறலாம். கவுண்டரே கவுண்டரே வண்டி எடுத்துட்டு போவாருங்க. இப்பதான் என் வேலையை ஆரம்பிச்சிருக்கேன். என்ன நடக்குதுன்னு பாரு. கவுண்டரே வண்டி மாறுடா.